ഹായ് ആൾ എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ടു കൺട്രോൾ അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാൽ എന്താണ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണല്ലേ. സോ ഈ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഇന്ത്യയിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ചില മെഷേഴ്സ് എന്തൊക്കെയാണ്, ചില ഇനിഷ്യേറ്റീവ്സ് ഓർ സ്കീംസുകൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുടനീളം ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മളിപ്പോൾ പ്രോബ്ലം ഓഫ് എൽഡർലി പഠിച്ചപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റൂറൽ അർബൻ ഡിസ്പാരിറ്റി നമ്മൾ പഠിക്കും. സോ ആ സമയത്തും അതുപോലെ തന്നെ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ അത് പഠിച്ചപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മൾ റെലവൻറ്റ് സ്കീംസുകളും പഠിച്ച് പോകാറുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും അല്ലേ. സോ ഈ സ്കീമുകളെല്ലാം കൂടെ പഠിച്ച് ലാസ്റ്റ് കൺഫ്യൂഷൻ ആകരുത്. സോ കൺഫ്യൂഷൻ ആകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിനുണ്ടല്ല സ്കീമുകൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ഷോർട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുക. ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്കീം, ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജവഹർ റോസ്ഗാർ യോജന. എന്താണ് ജവഹർ റോസ്ഗാർ യോജന? JRY. ഓക്കെ, JRY എന്ന് ചിലപ്പോൾ ഇങ്ങനെ ഫുൾ ഫോം ഒന്നും തന്നിട്ടുണ്ടായിരിക്കില്ല, ഇങ്ങനെ ഷോർട്ടായിട്ടായിരിക്കും എഴുതിയിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഷോർട്ടായിട്ട് കണ്ടു കഴിഞ്ഞാലും അത് എന്ത് സ്കീമാണെന്ന് നമ്മളത് എലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലേ. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക. അപ്പോൾ ജവഹർ റോസ്ഗാർ യോജനയാണ് JRY എന്നറിയപ്പെടുന്ന സ്കീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്കീം പഠിക്കുമ്പോഴും നിങ്ങളത് നോട്ട് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ JRY it means to generate meaningful employment opportunities for the unemployed and underemployed in rural areas through the creation of economic infrastructure and community and social assets. അപ്പോൾ എന്താണ് ഈ ഒരു സ്കീം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്? ജവഹർ റോസ്ഗാർ യോജന റൂറൽ ഏരിയയിലെ, ഇതെവിടെയാണ്, ഏത് ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്? അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണ്. ഓക്കെ, പക്ഷേ ഇത് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഇന്ത്യയിലെ റൂറൽ ഏരിയയാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പോൾ റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയിഡ് ആൻഡ് അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അപ്പോൾ റൂറൽ ഏരിയയിലെ തൊഴിലില്ലാത്തവരും അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വേണ്ടി അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. എന്താണ് മീനിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ജവഹർ റോസ്ഗാർ യോജന. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യാൻ മനസ്സിലായാലോ? എന്താണ് റൂറൽ ഏരിയയിലെ തൊഴിലില്ലാത്ത അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികളെ ഫോക്കസ് ചെയ്ത് അവർക്ക് എന്താണ് മീനിങ് ഫുള്ളായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് JRY, ജവഹർ റോസ്ഗാർ യോജന. It is launched on 1st April 1989 by Prime Minister രാജീവ് ഗാന്ധി. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയാണ്. എന്നാണ് അത് ലോഞ്ച് ചെയ്തത്? 1989 ഏപ്രിൽ 1-നാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് JRY ലോഞ്ച് ചെയ്തത്? എന്നാണ് 1989 ഏപ്രിൽ 1-നാണ്. ആരാണ് അത് ലോഞ്ച് ചെയ്തത്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധി. ക്ലിയർ അല്ലേ? അപ്പോൾ JRY was formed by merging the two erstwhile employment program, National Rural Employment Program NREP and Rural Landless Employment Guarantee Program RLAGP. ഓക്കെ, അപ്പോൾ ഈ JRY അതായത് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന സ്കീം അത് വന്നിട്ടുള്ളത് മറ്റ് സ്കീമുകൾ, അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 2 സ്കീമുകൾ തമ്മിൽ മെർജ് ചെയ്തുകൊണ്ടാണ് JRY വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ JRY എന്നുള്ള സ്കീം വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ 2 സ്കീമുകൾ മെർജ് ചെയ്താണ് JRY എന്ന സ്കീം ഉണ്ടാക്കിയിട്ടുള്ളത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം NREGP and Rural Landless Employment Guarantee Program NLEGP. ഓക്കെ,
അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ JRY എന്ന് പറയുന്ന സ്കീം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 2 സ്കീമുകൾ തമ്മിൽ മെർജ് ചെയ്തുകൊണ്ടാണ് ഈ JRY എന്ന സ്കീം 1989 കൊണ്ടുവന്നിട്ടുള്ളത് April 1. ഓക്കെ, അത് നോട്ട് ചെയ്യുക. ഓക്കെ, അത് കൊണ്ടുവന്നിട്ടുള്ളത് ലോഞ്ച് ചെയ്തത് ആരാണ്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഏതൊക്കെ 2 പ്രോഗ്രാമുകൾ തമ്മിൽ മെർജ് ചെയ്തുകൊണ്ടാണ് JRY കൊണ്ടുവന്നിട്ടുള്ളത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം NREPയും അതുപോലെ തന്നെ NLEGP നാഷണൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും തമ്മിൽ മെർജ് ചെയ്തുകൊണ്ടാണ് JRY എന്ന സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ദ എഫക്ട് ഫ്രം 1989 ഓൺ 80:20 കോസ്റ്റ് ഷെയറിംഗ് ബേസിസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ 80-20 എന്നുള്ള രീതിക്ക് ഫണ്ട് കോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സ്കീം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഇതിൽ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആൻഡ് 20% ഷെയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആയിരിക്കും. സോ ഇങ്ങനെ ഫണ്ട് ചെയ്തിട്ടാണ്, ഇങ്ങനെ ഫണ്ടിങ് കോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ JRYക്ക് കീഴിൽ എന്താ പഠിച്ചത്? 1989 ഏപ്രിൽ 1 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണിത്. ആൻഡ് ഈ സ്കീം ലക്ഷ്യമിടുന്നത് എന്താണ്? റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയിഡ് ആൻഡ് അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. ആൻഡ് എന്താണ്, മറ്റ് 2 സ്കീമുകൾ NREPയും NLEGPയും തമ്മിൽ കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള മെർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് JRY, ജവഹർ റോസ്ഗാർ യോജന എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഈ ഒരു സ്കീമിൻ്റെ ഫണ്ടിങ് 80:20 എന്നുള്ള ലെവലിലാണ്. അതായത് 80% സെൻട്രൽ ഗവൺമെൻറ്, 20% സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്കീമിൻ്റെ ഫണ്ടിങ് നടക്കുന്നത്. നെക്സ്റ്റ് സ്കീം ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഇപ്പോൾ JRY നമ്മൾ നോക്കി, ഇത് JGSY ആണ്. എന്താണ് JGSY? അപ്പോൾ എന്താണ് JGSY എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഓക്കെ, അതാണ് JGSY. ഓക്കെ, ഈ JGSY എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് 1999 ഏപ്രിൽ 1 എന്നാണ്. 1999 ഏപ്രിൽ 1 ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ജവഹർ റോസ്ഗാർ യോജന റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് ഈ ഒരു സ്കീമായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഒരു മുൻഗാമി എന്ന് പറയുന്നത് JRY ആണ്, ജവഹർ റോസ്ഗാർ യോജനയാണെന്ന് നമുക്ക് പറയാം. ജവഹർ റോസ്ഗാർ യോജന റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജവഹർ ഗ്രാം സമൃദ്ധി യോജന വിച്ച് വാസ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. അപ്പോൾ എന്താണ് JGSY എന്ന് പറയുന്നത്? ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് എന്ന് ഓർക്കുക. അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് JGSY എന്ന് നമുക്ക് പറയാം. സെൻട്രലി സ്പോൺസേർഡ് സ്കീം where cost was shared between central and state government in the ratio of 75-25. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ് അല്ലെങ്കിൽ ചിലവുകൾ അല്ലെങ്കിൽ ഫണ്ടിങ് അത് ഷെയർ ചെയ്യുന്നത് 75-25 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് 75%, സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് 25% ഈ ഒരു സ്കീമിന് വേണ്ടി, അതായത് JGSY എന്ന സ്കീമിന് വേണ്ടി, ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന സ്കീമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, it has been designed to improve the quality of life of rural poor by providing them additional gainful employment. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ JGSY എന്ന സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഏരിയയിലെ വ്യക്തികളുടെ, ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്നതാണ് JGSYയുടെ പ്രധാനപ്പെട്ട ഒരു എന്തെന്ന് പറയുന്നത് എയിമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇറ്റ് ഹാസ് ബീൻ ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് റൂറൽ പുവർ എന്നാണ് കേട്ടോ. റൂറൽ പുവർ ബൈ പ്രൊവൈഡിങ് ദം അഡീഷണൽ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് റൂറൽ പുവർ? അത് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ജീവിത നിലവാരം, അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്കീമാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്നുള്ളത്. ഓക്കെ,
The main objective of this scheme, അപ്പോൾ JGSY എന്ന സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് നമ്മൾ പറയാൻ പോകുന്നത്, is the creation of demand-driven village infrastructure, including durable asset for increase the opportunities for sustained employment and generation of supplement employment for unemployed poor in rural areas. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലിയിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന രീതിക്ക് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യുക, വില്ലേജിലെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റിമറിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫേവർ ആകുന്ന രീതിയിൽ, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്ന രീതിക്ക്, അവർക്ക് ഫേവർ ആകുന്ന രീതിക്ക് എന്ത് ചെയ്യുക, ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കീമിൻ്റെ, JGSY എന്ന സ്കീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക എന്നതാണ് JGSY മെയിൻലി എയിം ചെയ്യുന്നത്. ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്കീം സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന. എന്താണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന? അപ്പോൾ നമ്മൾ JRY, JGSY ആൻഡ് SGSY ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ JRY, JGSY നമ്മൾ നോക്കി, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് SGSY ആണ്. SGSY എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന എന്നുള്ളതാണ്. ഈ ഒരു സ്കീം വന്നിട്ടുള്ളത് നമ്മളെ JGSY വന്ന സെയിം ഡേറ്റിലാണ് ഈ ഒരു സ്കീം വന്നിട്ടുള്ളത്, 1 April 1999. Okay, it aims at promoting micro enterprises and helping the rural poor to form self-help groups. അപ്പോൾ എന്താണ് ഈ ഒരു SGSYയിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? റൂറൽ ഏരിയയെ, അതായത് ഇതും റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച 3 സ്കീമുകളും റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്യുന്ന സ്കീമുകളാണ്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ്. പക്ഷേ ഈ സ്കീമുകളുടെ പ്രത്യേകത, നമ്മൾ ഈ പഠിച്ച ഈ 3 എണ്ണവും എന്താണ്, അത് റൂറൽ ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂറൽ അർബൻ ഡിസ്പാരിറ്റി പഠിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യും, ഈ സ്കീമുകൾ നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സ്കീമുകളൊക്കെ നമുക്കവിടെ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആവും നിങ്ങളിവിടെ പഠിച്ചിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ തന്നെയാണ്. പക്ഷേ ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? റൂറൽ ഏരിയ ആയതുകൊണ്ട് അത് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലും വരുന്ന സ്കീമുകളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന 2-3 സ്കീമുകളുണ്ട്. NREGPA, MGNREGPA, ട്രൈസം. ഇതെല്ലാം എന്താണ്? റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ്. റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ്. ഓക്കെ, അത് നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലും പഠിക്കേണ്ടതായിട്ടുള്ള സ്കീമുകളാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ 2 ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ഈ സ്കീമുകൾ പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക, കാരണം അത് റെലവൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? SGSY എന്ന സ്കീമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 1999 April 1 ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് എന്താണ് ഈ ഒരു സ്കീം വഴി ലക്ഷ്യമിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂറൽ ഏരിയയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് മൈക്രോ എൻ്റർപ്രൈസസ്, അവർക്കൊരു സ്മോൾ വ്യവസായമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് SGSYയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് വേണ്ട മൈക്രോ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് SGSYയുടെ എയിം എന്ന് പറയുന്നത്. അത് ത്രൂ എങ്ങനെയാണ് ഇവർ ഈ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴിയാണ്. ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SHG. ഓക്കെ, SHG എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കാണും, അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുകളാണ്. ഓക്കെ, അതായത് സ്വയം സഹായ സംഘങ്ങൾ. ഓക്കെ, അതാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴി ആ ഗ്രാമീണ മേഖലയിലെ ആൾക്കാരെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അവർ കണക്ട് ചെയ്തുകൊണ്ട്, അവരുടെ ആവശ്യങ്ങളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, പരസ്പരം ഒരു ജോലിയിൽ ചെറുകിട വ്യവസായങ്ങൾ, ഒരു മൈക്രോ എൻ്റർപ്രൈസസിലോട്ടൊക്കെ എത്തി അങ്ങനെ എന്ത് ചെയ്യുക, വരുമാനം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് SGSY, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന എന്നുള്ളത്. These schemes cover all aspects of self-employment, like the organization of rural poor into the SHG and their capacity building, training, planning and activity clusters, infrastructure development, financial assistance. അപ്പോൾ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് SGSYയുടെ ഭാഗമായിട്ട്
എന്താ SHGയിലൂടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി, സ്വയം സഹായ സംഘങ്ങൾ വഴി ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ആൾക്കാരെ ഒരുമിച്ച് നിർത്തി അവർക്ക് സ്വയം സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും ചെറുകിട വ്യവസായങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് അതോടൊപ്പം തന്നെ അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നതിനും അവരുടെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ SDSYയുടെ പ്രധാനപ്പെട്ടൊരു എയിം എന്നായിട്ട് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി JRY, JGSY, SDSY. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY. ഓക്കെ, എന്താണ് SGRY? ഞാനിത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഷോർട്ടായിട്ടായിരിക്കും തന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഷോർട്ടായിട്ട് കണ്ടു കഴിഞ്ഞാലും അത് എന്ത് സ്കീമാണ് നമ്മളെന്ത് അതിൻ്റെ ഫുൾ ഫോം നമ്മൾ മനസ്സിലാക്കാൻ നമുക്കറിയണം അല്ലേ. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫുൾ ഫോമും പഠിക്കണം, അതിൻ്റെ ഷോർട്ടായിട്ടുള്ളതും കൂടെ ആ ഒരു ഷോർട്ട് ഫോമും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ SGRY എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ്. ഓക്കെ, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ സെപ്റ്റംബർ 2001. അപ്പോൾ 2001 സെപ്റ്റംബറിലാണ് ഈ ഒരു സ്കീം എന്ത് ചെയ്തിട്ടുള്ളത്? ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാണ് SGRY ലോഞ്ച് ചെയ്തിട്ടുള്ളത്? എന്നാണ് 2001 സെപ്റ്റംബറിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, SGRYയുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇൻ നോൺ അർബൺ ഏരിയാസ്. അപ്പോൾ നോക്കുക, നോൺ അർബൺ ഏരിയാസ് അതായത് നഗരപ്രദേശങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഈ വേജ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൂലി, അതായത് ജോലിക്ക് കൂലി എന്നുള്ളൊരു രീതി. ഓക്കെ, അതായത് കൂലി വേജ് ബേസിസിലുള്ള തൊഴിലുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊവൈഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇൻ നോൺ അർബൺ ഏരിയാസ് എലോങ് വിത്ത് ദ മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ഫുഡ് ആൻഡ് ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എക്കണോമിക് അസറ്റ്സ്. അപ്പോൾ ഒരു ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ, ഇപ്പോൾ നോൺ അർബൺ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് ഗ്രാമീണ മേഖലയെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീം തന്നെയാണ് എന്ത്? SGRY അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കീമും എന്ത് തന്നെയാണ്? റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്കീമാണ്. അപ്പോൾ JRY, അതുപോലെ തന്നെ SDSY, JGSY ആൻഡ് SGRY, ഇത്രയും സ്കീമുകൾ എന്താണ്? അത് റൂറൽ ഏരിയ ഫോക്കസ് ചെയ്യുന്ന സ്കീമുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമീണ മേഖലയിലെ ആൾക്കാർക്ക് എന്താ ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്? അവർക്ക് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓൺഗോയിങ് JGSY ആൻഡ് EAS. അപ്പോൾ JGSY and Jawahar Gram Samriddhi Yojana and EAS Employment Assurance Scheme has been fully integrated within the scheme with the effect from April 2002. അപ്പോൾ 2002 ഏപ്രിലിൽ ഈ JGSYയും EAS means Employment Assurance Scheme has been fully integrated with this scheme. അപ്പോൾ എന്താണ്? 2002 ഏപ്രിൽ ആയപ്പോഴേക്കും SGRY എന്ന സ്കീമിനോടൊപ്പം JGSYയും EASും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ അതുകൂടെ മനസ്സിലാക്കാതെ എന്നാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടത്? 2002 ഏപ്രിലാണ്. ഇറ്റ്സ് പ്രൊവൈഡ് അഡീഷണൽ ആൻഡ് സപ്ലിമെൻ്ററി വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദെയർ ബൈ പ്രൊവൈഡിങ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഇംപ്രൂവിങ് ന്യൂട്രീഷണൽ ലിമിറ്റ്സ് ഇൻ ഓൾ റൂറൽ ഏരിയാസ്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു എന്താണ്? ഒരു വേജ് എംപ്ലോയ്മെൻറ്റ്, സപ്ലിമെൻ്ററി വേജ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം തന്നെ എന്താണ്? ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതായത് ന്യൂട്രീഷണൽ വാല്യൂസൊക്കെ ഉള്ള ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ, ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ്? SGRYയുടെ ലക്ഷ്യം എന്താണ്? റൂറൽ ഏരിയയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്? സപ്ലിമെൻ്ററി വേജ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, ഫുഡ് സെക്യൂരിറ്റി, ന്യൂട്രീഷണൽ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യം. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് 2001 സെപ്റ്റംബറിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NRAGA. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ICDSന് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ NRAGA വാസ് എനാക്റ്റഡ് ഇൻ 2005 ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് ദ എയിം ഓഫ് എൻഹാൻസിങ് ലിവ്ലിഹുഡ് സെക്യൂരിറ്റി ഇൻ റൂറൽ ഏരിയാസ് ബൈ പ്രൊവൈഡിങ് അറ്റ്ലീസ്റ്റ് 100 days of wage employment in a financial year to every household whose adult members volunteer to do unskilled manual വർക്ക്. അപ്പോൾ എന്താണ് NRAGA എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇത് എനാക്ട് ചെയ്തിട്ടുള്ളത് 2005 ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ICDSന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണ് NRAGA. എനാക്ട് ചെയ്തത് 2005. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗ്രാമീണ മേഖലയിലെ റൂറൽ ഏരിയയിലുള്ള ഓരോ പാവപ്പെട്ട കുടുംബത്തിലെ ഓരോ അംഗത്തിനെങ്കിലും ഒരു വർഷം കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് NRAGA. അപ്പോൾ എന്താണ് NRAGA? ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ഒരംഗത്തിനെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ ഓരോ വർഷവും ഒരു 100 ദിവസമെങ്കിലും കുറഞ്ഞത് 100 ദിവസമെങ്കിലും എന്താണ് തൊഴിൽ നൽകുന്ന ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് NRAGA എന്നുള്ളത്. 2005 ഇത് എനാക്ട് ചെയ്തത്. ആൻഡ് ഈ ഒരു സ്കീമാണ് പിന്നീട് MGNRAGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എയിം എന്താണ്? റൂറൽ ഏരിയാസ് ബൈ പ്രൊവൈഡിങ് അറ്റ്ലീസ്റ്റ് 100 days of wage employment in a financial year to every household where adult member. അപ്പോൾ ഓരോ കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തിക്കെങ്കിലും ഒരു വർഷം എന്താണ് 100 ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ജോലി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്കീം MGNRAGA. ഓക്കെ, അപ്പോൾ എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതാണ് MGNRAGA. അപ്പോൾ NRAGA ആണ് MGNRAGA ആയിട്ട് എന്ത് ചെയ്യപ്പെട്ടത്, കൺവേർട്ടായി മാറിയത്. ഓക്കെ, ഇറ്റ് വാസ് വർക്ക് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ സ്കീമുകളും എന്ത് തന്നെയായിരുന്നു, റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീം തന്നെയാണ്. പക്ഷേ ഓർക്കുക, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്കീമുകളും എന്താണ്, അത് റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്കീമുകളാണ്. റൂറൽ ഏരിയയിലെ അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് MGNRAGA. എന്താണ്, അത് റൂറൽ ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇറ്റ് വാസ് വർക്ക്ഡ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഇത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കീമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശം. സോ അത് റൂറൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു സ്കീം എന്ത് ചെയ്യപ്പെട്ടത്, വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇറ്റ്സ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. അപ്പോൾ നോക്കുക, MGNRAGA ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. എന്താണ്, അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അപ്പോൾ ഇതിലെ ഫണ്ട് കോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 90:10 എന്നുള്ള ലെവലിലാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് 90%, സ്റ്റേറ്റ് ഗവൺമെൻറ് 10% എന്നുള്ള ലെവലിലാണ് ഈ ഒരു പ്രോഗ്രാമിന് ഫണ്ടിങ് നടത്തുന്നത്. സോ അങ്ങനെയാണ് ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് എ ലീഗൽ ഗ്യാരണ്ടി അറ്റ്ലീസ്റ്റ് 100 days of unskilled manual work in rural areas. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള ഓരോ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും എന്താണ്, ഒരു പ്രതിവർഷം 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു ലീഗൽ ഗ്യാരണ്ടി പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്, MGNRAGA എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ അമ്മൂമ്മമാരൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോകും അല്ലേ. സോ അത് ഈ ഒരു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു വർഷം കുറഞ്ഞത് 100 ദിവസമെങ്കിലും ഉറപ്പായിട്ട് ജോലിയൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ മിനിമം വേജും ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു വേജ് 300 സംതിങ് ആണ്. ഓക്കെ, സോ നിങ്ങൾ 315 അങ്ങനെ എങ്ങോട്ടാണ്. ഓരോ സ്റ്റേറ്റ്സിലത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്കീം സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതെന്താ, സെൻട്രൽ ഗവൺമെൻറ് 90%, സ്റ്റേറ്റ് ഗവൺമെൻറ് 10% കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഫണ്ടിങ് നടക്കുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഓരോ സ്റ്റേറ്റും ആയിരിക്കും ഒരു ഡേ അവർക്ക് എത്ര വേജ് കൊടുക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഓരോ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അത് എന്ത് ചെയ്യപ്പെടുന്നത്, ആ ഒരു വേജിൻ്റെ ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. Okay, the Mahatma Gandhi National Rural Employment Guarantee Act
NREGA is a significant social security measure in India aimed at providing employment and livelihood security to rural households in the country. ഓക്കെ, അപ്പോൾ എന്താണ് ഈ MGNREGA ലക്ഷ്യമിടുന്നത്? ഇതൊരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ്സ് എയിംഡ് അറ്റ് പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ടു റൂറൽ ഹൗസ് ഹോൾഡ് ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുക, തൊഴിൽ കൊടുക്കുക, അവരെ അവരുടെ ജീവിതം അല്ലെങ്കിൽ ജീവിത നിലവാരം സെക്യൂർ ആക്കുക, അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി മെഷറാണ് എന്തെന്ന് പറയുന്നത് MGNREGA എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എനാക്റ്റഡ് ഇൻ 2005. ഓക്കെ, അപ്പോൾ എന്നാണ് എനാക്ട് ചെയ്തിട്ടുള്ളത്? 2005 ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ഇത് 2005 എനാക്ട് ചെയ്തെങ്കിലും ഇത് കെയിം ഇൻ ഫോഴ്സിലാണ്. ഇത് നിലവിൽ വന്നിട്ടുള്ളത് 2006 ഫെബ്രുവരി 2 2 ഫെബ്രുവരി 2006 ഓക്കെ, അതുകൂടെ നോട്ട് ചെയ്തേക്കാം. ഓക്കെ, This guarantees 100 days of wage employment in a financial year to every rural household whose adult members volunteers to do unskilled manual works. Okay. അതായത് ഗ്രാമീണ മേഖലയിലെ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും, അഡൾട്ടായിട്ടുള്ള മുതിർന്ന ഒരാൾക്കെങ്കിലും പ്രതിവർഷം 100 ദിവസമെങ്കിലും എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും തൊഴിൽ, അതായത് ജോലി ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് MGNREGA എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ഗ്യാരണ്ടി 100 days of wage employment in a financial year to every rural household whose adult members volunteers to do unskilled manual work. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം ട്രൈസം പദ്ധതിയാണ്. നമ്മൾ ട്രൈസം പദ്ധതി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ ട്രൈസം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇതാണ് ട്രൈസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ട്രൈസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1979. 1979 ഈ ഒരു പദ്ധതി എന്ത് ചെയ്യപ്പെട്ടത്, ഇനിഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ടെക്നിക്കൽ സ്കിൽസ് ടു ദ റൂറൽ യൂത്ത് ഫോർ ഫാമിലീസ് ബിലോ പോവർട്ടി ലൈൻ. അപ്പോൾ എന്താണ് ഈ ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? അത് ആ ട്രൈസത്തിൻ്റെ ഫുൾ ഫോമിൽ തന്നെയുണ്ട് അല്ലേ? ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് 1979. എയിം എന്താണ്? ടു പ്രൊവൈഡ് ടെക്നിക്കൽ സ്കിൽസ് ടു ദ റൂറൽ യൂത്ത് ഫോർ ഫാമിലീസ് ബിലോ പോവർട്ടി ലൈൻ. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം. ഓക്കെ, ക്ലിയർ? The purpose was to enable them to become self-employed. So ഈ ഒരു പദ്ധതിയുടെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളെ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള യുവജനങ്ങളെ എന്താക്കുക, സെൽഫ് എംപ്ലോയിഡ് ആക്കുക, അവരെ സ്വയം തൊഴിൽ വർക്കേഴ്സായിട്ട് എന്ത് ചെയ്യുക, അവരെ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. ലേറ്റർ ഇൻ 1987 the scope of the program was extended. അപ്പോൾ മെയിൻലി 1979 ഈ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ, ട്രൈസം പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഏരിയയിലുള്ള യുവജനങ്ങൾക്ക്, അതായത് ബിലോ പോവർട്ടി ലൈൻ, അത് ഓർക്കുക കേട്ടോ, BPL ഫാമിലിയിൽ ഉൾപ്പെടുന്ന റൂറൽ ഏരിയയിലുള്ള യുവജനങ്ങൾക്ക് എന്താണ് ടെക്നിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രൈസം പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്ന സമയത്തെ അതിൻ്റെ എയിം എന്ന് പറയുന്നത്. എന്നാൽ 1987 ആയപ്പോഴേക്കും ഈ പദ്ധതിയുടെ ട്രൈസം പദ്ധതിയുടെ എയിം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ് ടു വേജ് എംപ്ലോയ്മെൻറ്റ് ഫോർ ദ ട്രെയിൻഡ് ബെനിഫിഷ്യറീസ് ഡ്യൂറിങ് 7th പ്ലാൻ. എബൌട്ട് 11.6 lakh യൂത്ത് വെയർ ട്രെയിൻഡ് അണ്ടർ ദ ട്രൈസം. അപ്പോൾ എന്താണ് 1987 ആയപ്പോഴേക്കും ഈ ട്രൈസം പദ്ധതിയുടെ സ്കോപ്പ് എന്ത് ചെയ്യപ്പെട്ടു, കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സ്കിൽ അല്ലെങ്കിൽ
ടെക്നിക്കൽ സ്കിൽസ് റൂറൽ ഏരിയയിലുള്ള BPL കുടുംബത്തിൽ ഉൾപ്പെട്ട യുവജനങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്താണ് വേജ്ഡ് എംപ്ലോയ്മെൻറ്റ്, അവർക്ക് തൊഴിൽ കൂടെ പ്രദാനം ചെയ്യുക എന്നൊരു ലക്ഷ്യവും കൂടി ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു. അത് എന്നാണ് കൊണ്ടുവന്നത്? 1987 ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 7th 5-year പ്ലാൻ പീരീഡിൽ 11.6 ലക്ഷം യുവജനങ്ങൾ എന്താണ് ഈ ഒരു ട്രൈസം പദ്ധതിക്ക് കീഴിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയാണ്. ഓക്കെ. It's a flagship scheme of the Ministry of Skill Development and Entrepreneurship implemented by the National Skill Development Corporation 2015. ഓക്കെ. അപ്പോൾ 2015 മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിന് കീഴിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നുള്ളത്. ഓക്കെ. 2015 ഈ സ്കീം എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സ്കിൽ സർട്ടിഫിക്കറ്റ് സ്കീം ഈസ് ടു എനേബിൾ എ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ യൂത്ത് ടു ടേക്ക് അപ്പ് ഇൻഡസ്ട്രി relevant skill training that will help the main securing a better livelihood. അപ്പോൾ ഈ ഒരു പോയിന്റ് ആയിരുന്നു ICDSന്റെ പ്രീവിയസ്ലി ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അതായത് എന്താണ്, ഇൻഡസ്ട്രിയുടെ റെലവൻസിനനുസരിച്ച് യുവജനങ്ങൾക്ക്, ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വേണ്ട സ്കിൽ ട്രെയിനിങ് കൊടുക്കുക, അത് സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് സ്കിൽ സർട്ടിഫിക്കറ്റ് സ്കീം ഈസ് ടു എനേബിൾ എ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ യൂത്ത്. ആർക്കാണ് ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ യൂത്ത് to take up industry relevant skill training, that will help the main securing a better livelihood. ഓക്കെ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിത നിലവാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ഇവർ സ്കിൽഡാണ്, ഈ ഒരു മേഖലയിൽ സ്കിൽഡാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. അത് എങ്ങനത്തെ സ്കില്ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ എക്കോണമിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഏത് ടൈപ്പ് ഓഫ് സ്കില്ലാണ് ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അത്തരത്തിൽ കൊടുക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന സ്കീം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? The aim to encourage aptitude towards the employable skill and to increase the working efficiency of probable and existing daily wage earners by giving monetary awards and rewards and by providing quality training to them. അപ്പോൾ ക്വാളിറ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക വഴി ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് എന്താണ്, അവിടെ എഫിഷ്യൻസി, വർക്കിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. സോ അത്തരത്തിൽ ഇന്ത്യൻ യുവജനങ്ങളുടെ വർക്കിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടും. സോ അത് അത്തരത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുക യുവജനങ്ങളെ, അതാണ് ഈ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഒരു പ്രധാനപ്പെട്ട എയിമായിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്കീമാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. എന്താണ് Pradhan Mantri Mudra Yojana PMMY. It was undertaken by the government to encourage self-employment. അപ്പോൾ എന്താണ് ഈ ഒരു സ്കീം വഴി ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്? ഈ ഒരു സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുക വഴി ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് എന്താണ്? It was undertaken by the government to encourage self-employment. അതായത് സ്വയം തൊഴിൽ അത് പ്രൊമോട്ട് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ യുവജനങ്ങൾ കണ്ടെത്തി കൊണ്ടുവരുന്നതിനെ സപ്പോർട്ട് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്ത്യൻ ഗവൺമെൻറ് സ്കീമാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്നുള്ളത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ 2015. അപ്പോൾ ഈ ഒരു സ്കീം 2015 കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന 2015
2015-ലാണ്. അപ്പോൾ പ്രധാനമന്ത്രി മുദ്ര യോജനയും 2015-ലാണ്. അപ്പോൾ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് ഇന്ത്യൻ യൂത്തിന് കൊടുക്കുക. അതുവഴി എന്താണ്? അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻഡസ്ട്രി നീഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്കില്ല് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി കൊടുക്കുക. എന്നാൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻകറേജ് ചെയ്യുക. ടു എൻകറേജ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യം. അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ യുവാക്കൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇന്ന ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ സക്സസ് ആവും, എനിക്കത് പറ്റും എന്നുള്ള ഉറപ്പുള്ളവർ ഒരു ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്നുള്ളത്. ഓക്കെ, ഇതും 2015 വന്നിട്ടുള്ള ഒരു സ്കീം തന്നെയാണ്. അണ്ടർ ദിസ് സ്കീം collateral free loans up to 10 lakhs are provided to small micro business enterprises and to individuals to enable them to set up or expand their business activities. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് കൊളാറ്ററൽ ഫ്രീ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു അപ് ടു 10 lakhs. അപ്പോൾ 10 ലക്ഷം രൂപ വരെ വരുന്ന ഫ്രീ ലോൺസ്, കൊളാറ്ററൽ ഫ്രീ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട്. ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? ബെനിഫിഷ്യറീസിന്. ബെനിഫിഷ്യറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡായിട്ട് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി വരുന്ന വ്യക്തികൾക്ക് എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് കൊളാറ്ററൽ ഫ്രീ ലോൺസുകൾ കൊടുക്കുന്നു ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് അതിലൂടെ എന്താണ് അവർക്ക് അവരുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം 10 ലക്ഷം രൂപ വരെയുള്ള ഫ്രീ ലോൺസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു വിഹിതം, ഒരു പെർസെൻറ്റേജ് കണക്കുണ്ട്. സോ അത് ഗവൺമെൻറ് കൊടുക്കും. ഓക്കെ, സോ ഈ 10 ലക്ഷം രൂപ ഇവർ ലോൺ എടുക്കുകയാണെങ്കിൽ അതിലൊരു പെർസെൻറ്റേജ് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി എമൗണ്ട് ഇവർ അടച്ചാൽ മതിയായിരിക്കും. അതിന് ഇൻട്രസ്റ്റും കമ്പാരിറ്റീവ്ലി കുറവും അങ്ങനത്തെ ചില ഒരു പ്രിവിലേജ് ഒക്കെ ഉള്ളൊരു ലോണാണ്. കാരണം അത്രയും മീൻസ് മറ്റുള്ളവർക്ക്, അതായത് ഒരു സെൽഫ് എംപ്ലോയി ആയിട്ട് തയ്യാറാവാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബെനിഫിഷ്യറിക്ക് അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ്. ഓക്കെ, സോ അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് അവർ ഫിനാൻഷ്യൽ സപ്പോർട്ട്, അവർക്ക് അവരുടെ ബിസിനസ് റൺ ചെയ്യിക്കാനുള്ളൊരു ലോൺ മീൻസ് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടി ലോൺ കൊടുക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ ഹെവി ഇൻട്രസ്റ്റ് റേറ്റ് ബേർഡൻ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ചിലപ്പോൾ ഫ്ലറിഷ് ആയില്ലെങ്കിൽ അത് അവർക്ക് ബേർഡൻ ആവും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും, അവർക്ക് അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു ലോണിൻ്റെ കാര്യത്തിൽ അതിൽ സെൻട്രൽ ഗവൺമെൻറ് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്സും അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻസ് നടത്തും. ആൻഡ് ബാക്കി എമൗണ്ടൊക്കെ ഈ ഒരു ബെനിഫിഷ്യറി പേ ചെയ്താൽ മതിയായിരിക്കും. അതും ഇൻട്രസ്റ്റിലും ചില കുറവുകളൊക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി. ഓക്കെ, അത് മനസ്സിലാക്കാം. ആൻഡ് ആർ പ്രൊവൈഡ് ടു സ്മോൾ മൈക്രോ ബിസിനസ് എൻ്റർപ്രൈസസ് ആൻഡ് ടു ഇൻഡിവിജ്വൽസ് ടു എനബിൾ ദം ടു സെറ്റ് അപ്പ് ഓർ എക്സ്പാൻഡ് ദെയർ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു വ്യക്തി അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ാണ് പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പോൾ മുദ്ര which stands for മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. അപ്പോൾ മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മുദ്ര യോജന എന്നുള്ളതാണ് സ്കീമിൻ്റെ പേര്. അപ്പോൾ ഇതിൽ മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസിയാണ്. ഓക്കെ, ഒരു റീഫിനാൻസ് ഏജൻസിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. അപ്പോൾ മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് റീഫിനാൻസിങ് ഏജൻസി ലിമിറ്റഡ് എന്നാണ് മുദ്രയുടെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് മുദ്രയുടെ ഫുൾ ഫോം? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്. ഓക്കെ, ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ. ആൻഡ് സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? മുദ്ര. അപ്പോൾ മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ്. Okay, it provides funding to the non-corporate small business sectors through various last mile financial institutions
like banks, non-banking financial companies and microfinance institutions. അപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു റീഫിനാൻസ് ഏജൻസിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്നത് ഒരു റീഫിനാൻസിങ് ഏജൻസിയാണ്. ഓക്കെ, റീഫിനാൻസ് ഏജൻസിയാണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ ഇത് ഡയറക്റ്റ്ലി ബെനിഫിഷ്യറീസിന് ലോൺസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. പകരം ബാങ്കിലൂടെ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിലൂടെയോ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയൊക്കെയാണ് ഈ മുദ്രയുടെ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ മുദ്ര എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ സപ്പോർട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ട് ബെനിഫിഷ്യറീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ മുദ്ര ഡയറക്റ്റ്ലി അല്ല കൊടുക്കുന്നത്, പകരം എന്താണ്, ബാങ്ക് ഓർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് വഴിയോ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ ആയിരിക്കും ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്താ ചെയ്യുക, ലോൺസ് ഒക്കെ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലൈക്ക് ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആൻഡ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇതുവഴിയൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ മുദ്ര അതായത് ബെനിഫിഷ്യറീസിന് ഫണ്ടൊക്കെ അതായത് ലോൺസൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് മുദ്ര ഡയറക്റ്റ്ലി കൊടുക്കാറില്ല. മുദ്ര എന്ന് പറയുന്നത് എന്താണ്, ഒരു റീഫിനാൻസ് ഏജൻസിയാണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് മുദ്ര ഡസ് നോട്ട് ലെൻഡ് ഡയറക്ട്ലി ടു മൈക്രോ എൻ്റർപ്രണേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ മൈക്രോ എൻ്റർപ്രണേഴ്സിന് എന്താണ് ഡയറക്ട്ലി മുദ്ര എന്ത് ചെയ്യില്ല, ലോൺസ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. മുദ്ര ഹാസ് ക്രിയേറ്റഡ് 3 പ്രോഡക്ട്സ്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ര പ്രധാനമായി 3 പ്രോഡക്ട്സുകൾ കൂടി ചേർന്നതാണ് മുദ്ര എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിന് 3 കാറ്റഗറൈസേഷൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, ലൈക്ക് അതായത് ശിശു, കിഷോർ ആൻഡ് തരുൺ, ഇതാണ് 3 പ്രോഡക്ട്സ് ഓഫ് മുദ്ര. അപ്പോൾ മുദ്ര എന്ന് പറയുന്ന റീഫിനാൻസ് ഏജൻസിയുടെ 3 പ്രോഡക്ട്സ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് എന്താണ്, ശിശു, കിഷോർ ആൻഡ് തരുണാണ്. ഓക്കെ, സോ ഇത് ഇങ്ങനെയാണ് ഇവരിങ്ങനെ കാറ്റഗറീസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജുകളായിട്ട് മാറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ഫണ്ടിങ് നീഡ് ഓഫ് ദ ബെനിഫിഷ്യറി മൈക്രോ യൂണിറ്റ്. അപ്പോൾ ഒരു മൈക്രോ യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന ആ ബെനിഫിഷ്യറിയുടെ ഫണ്ടിങ് നീഡ്സ്, അയാൾക്ക് എത്ര ലോണാണ്, എത്ര എമൗണ്ടാണ് അയാൾക്ക് ലോണായിട്ട് വേണ്ടത്, മാക്സിമം 10 ലക്ഷം വരെ കൊടുക്കും ഈ മുദ്രയിലൂടെ. അപ്പം ഇയാൾക്ക് ചിലപ്പോൾ 10 ലക്ഷം ഫുള്ളായിട്ട് വേണമെന്നുള്ള അതായത് ഒരാളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അയാൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ലോൺ ആവശ്യമായിട്ട് വരിക, അല്ലേ? അപ്പോൾ 10 ലക്ഷം വേണമെന്നില്ല, ഒരു ചില ബിസിനസ്സിലാണെങ്കിൽ 50,000 രൂപ മതി, ചില ബിസിനസ്സിലാണെങ്കിൽ 5 ലക്ഷം രൂപ മതി. സോ ഇങ്ങനെ ചില ബിസിനസ്സിലാണെങ്കിൽ ഒരു 7 ലക്ഷം രൂപയോ 8 ലക്ഷം രൂപയോ മതി. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സിനെ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു ബെനിഫിഷ്യറിയുടെ ഫണ്ടിങ് നീഡ്സ് ഡിഫറെൻ്റായി ഇരിക്കും. സോ ഓരോ ബെനിഫിഷ്യറിയുടെയും ഫണ്ടിങ് നീഡിനെ അടിസ്ഥാനപ്പെടുത്തി മുദ്ര എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 3 കാറ്റഗറീസ് ആയിട്ട്, അതായത് 3 സ്റ്റേജസ് ആയിട്ട്, 3 പ്രോഡക്റ്റ് ആയിട്ട് മുദ്ര ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മുദ്രയുടെ 3 പ്രോഡക്റ്റുകളാണ് ശിശു, കിഷോർ, തരുൺ. അപ്പോൾ ശിശു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കവറിങ് ലോൺ അപ് ടു 50,000. അപ്പോൾ 50,000 രൂപ വരെയുള്ള ലോൺസ് ഒക്കെ കവർ ചെയ്യുന്നത് ശിശു എന്ന് പറയുന്ന ഒരു സ്റ്റേജിനകത്താണ്. ഓക്കെ, ആൻഡ് കിഷോർ കവറിങ് ലോൺ അബൌട്ട് 50,000 അപ് ടു Rs 5 lakhs. അപ്പോൾ 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള അതുവരെയുള്ളൊരു ലോൺ, ആ ഒരു എമൗണ്ടിലുള്ള ലോൺസുകൾ കവർ ചെയ്യുന്നത് കിഷോർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലായിരിക്കും. അപ്പോൾ ശിശു എന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിങ് ലോൺസ് അപ് ടു Rs 50,000. കിഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 മുതൽ 5 ലക്ഷം വരെ. ആൻഡ് തരുൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിങ് ലോൺസ് അബൌ 5 lakh ആൻഡ് അപ് ടു 10 lakhs. അപ്പോൾ 5 ലക്ഷത്തിന് മുകളിൽ, 5 ലക്ഷം അതിന് മുകളിലും ആൻഡ് അതുപോലെ തന്നെ എന്താണ് 10 ലക്ഷം വരെയുള്ള ആ ഒരു ലോൺസുകൾ, അത് ഏത് പ്രൊഡക്റ്റിനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്, തരുണിനകത്താണ്. ഓക്കെ, അപ്പോൾ ശിശു, കിഷോർ, തരുൺ, ഇത് 3 ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നോക്കി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന നോക്കി, അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന, അല്ലേ? കൗശൽ വികാസ് യോജന ആൻഡ് അതുപോലെ തന്നെ എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ഓക്കെ, നെക്സ്റ്റ് സ്കീം പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. എന്താണ് റോസ്ഗാർ പ്രോത്സാഹൻ യോജന? ഇത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് 2016-17 കാലയളവിലാണ്.
ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിന് കീഴിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് 2016-17 കാലയളവിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആളെ എന്ത് ചെയ്യുക, ജോലിക്ക് സെലക്ട് ചെയ്തു. അയാളെ ജോലിക്ക് സെലക്ട് ചെയ്തത് തൊട്ട്, അതായത് അയാളെ രജിസ്റ്റർ ചെയ്ത് ജോലിയിലോട്ട് രജിസ്റ്റർ ചെയ്ത് അടുത്ത 3 വർഷം വരെയുള്ള അയാൾക്ക് വേണ്ട ഈ ഇ പി എസ് ഫണ്ട്, മീൻസ് ഇ പി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ. അതായത് ജോലിക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ വേജിൽ നിന്നും ഒരു എമൗണ്ട് ഈ EPF ഇ പി എസിലൊക്കെ വേണ്ടിയിട്ട് പിടിക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴത്തേക്കും, മീൻസ് എന്തെങ്കിലും ഹോസ്പിറ്റൽ അതുപോലെ എന്തെങ്കിലും ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്കത് ബെനിഫിറ്റായിട്ട് കിട്ടും. അതുപോലെ നമുക്കത് യൂസ്ഫുൾ ആണല്ലേ. സോ അങ്ങനെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ജോലിക്ക് കയറി അയാൾ രജിസ്റ്റർ ചെയ്ത് അടുത്ത 3 വർഷം വരെ അയാൾക്ക് ആ പുതുതായിട്ട് ജോലിക്ക് കയറി ആ എംപ്ലോയിക്ക് ഇ പി എസ് ഫണ്ടിലേക്ക് 12% അല്ലെങ്കിൽ ഒരു അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജോളം ഗവൺമെൻറ് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ ഇ പി എസ് ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, സോ അത്തരത്തിൽ നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു തൊഴിലാളിക്ക് എന്താണ്, അയാൾക്ക് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് 1952 EPF ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയീസിനാണ് ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത്. സോ അത്തരത്തിൽ ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. ഓക്കെ, സോ എന്താണ്, ഹിയർ ഗവൺമെൻറ് pays the entire employer's contributions 12% or as admissible toward the EPS and EPF for all sectors to all eligible new employees for the next 3 years from the date of registration of the new employee. Okay. And the fund, the Employee Provident Fund Organization under EPF Act 1952 can apply to enjoy the benefit under this PMRPY schemes. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ആ ഒരു എംപ്ലോയി എന്താണ് EPF Act 1952 പ്രകാരം എന്ത് ചെയ്യപ്പെടണം, ഈ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയിക്ക് മാത്രമേ ഈ PMRPY സ്കീമിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. ഈ നമ്പറിൻ്റെ ബേസിസിലായിരിക്കും ഇവർക്ക് ആ ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ദേ ഷുഡ് ഹാവ് എ ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഗിവൺ ടു ദം. ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഗിവൺ ടു ദം. ആൻഡ് നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത് സ്കിൽ ഇന്ത്യ മിഷനാണ്. എന്താണ് സ്കിൽ ഇന്ത്യ മിഷൻ? ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് വിത്ത് എ ഫോക്കസ് ടു പ്രൊവൈഡിങ് സ്കിൽ ലിങ്ക് ടു on-road people under short-term training, recognition of prior learning and special project across the country for 4 years with an outlay of Rs 12,000 crores. അപ്പോൾ ഈ ഒരു പദ്ധതി സ്കിൽ ഇന്ത്യ മിഷൻ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത 4 വർഷത്തിനകം 1 കോടി ജനങ്ങളെ, ഇന്ത്യയിലെ 1 കോടി ജനങ്ങളെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട സ്പെഷ്യൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ട്രെയിനിങ്ങുകൾ, അതുപോലെ സ്പെഷ്യൽ പ്രോജക്റ്റുകൾ ആൻഡ് പ്രെയർ ലേണിംഗ്, റെക്കഗ്നിഷൻ ഓഫ് പ്രെയർ ലേണിങ്സും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് 4 ഇയേഴ്സിനകത്ത് 1 കോടി ജനങ്ങളെ എന്ത് ചെയ്യുക, അവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കിൽ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 12,000 കോടി രൂപ ഈ ഒരു സ്കീമിൻ്റെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എക്സ്പെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അണ്ടർ ദ സ്കീം എ ഷോർട്ട് ഡ്യൂറേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ബീങ് ഇമ്പാർട്ടഡ് ടു ഓൾ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിംഗ് കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു BPL ഇൻ ദ കൺട്രി. അപ്പോൾ ഓർക്കുക, BPL കുടുംബത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും, ഓക്കെ, ഇൻക്ലൂഡിങ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു, അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും അതോടൊപ്പം തന്നെ BPL കുടുംബത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കും എന്താണ്, അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഡ്യൂറേഷനിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിൽ ഇന്ത്യ മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് പ്രധാനമന്ത്രി ഖരീബ് കല്യാൺ യോജന. എന്താണ് പ്രധാനമന്ത്രി ഖരീബ് കല്യാൺ യോജന? ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി ഖരീബ് കല്യാൺ യോജന ഈസ് ആൻ ഇന്ത്യൻ ഗവൺമെൻറ് സ്കീംസ് എയിംഡ് അറ്റ് പ്രൊവൈഡിങ് റിലീഫ് ടു ദ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ PMGKY പ്രധാനമന്ത്രി ഖരീബ് കല്യാൺ യോജനയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എയിംസ് അറ്റ് പ്രൊവൈഡിങ്
റിലീഫ് ടു ദ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ എന്താണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ, പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളുടെ എന്ത് ചെയ്യുക, അവർക്ക് ആശ്വാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അവർക്കൊരു റിലീഫ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന PMGKY എന്നുള്ളത്. ഇറ്റ് വാസ് introduced as a response to the hardships faced by the poor due to various factors like economic downturns, natural disasters or crises such as the COVID-19 pandemic. ഇപ്പോൾ എന്തെങ്കിലും എക്കണോമിക് ഡൗൺ ടേൺസിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഉള്ള കുടുംബത്തിലുള്ളവർ, നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് എന്തെങ്കിലും ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർക്ക് അവരുടെ വീടും അവരുടെ സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ടു അല്ലേ. സോ അപ്പോൾ അവർ എക്കണോമിക്കലി വീക്കർ സെക്ഷനായി. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ക്രൈസിസ് സജസ്റ്റ് COVID-19 പാൻഡമിക്സ്, അതായത് COVID-19 പീരീഡിലൊക്കെ എന്താ ഒരുപാട് ക്രൈസിസ് നമ്മുടെ ജനങ്ങൾ ഫേസ് ചെയ്തു അല്ലേ. അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ഫുഡ്, അതുപോലുള്ള അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ടായി. സോ ഇതിൽ നിന്നൊക്കെ ഇത്തരത്തിൽ എക്കണോമിക്കലി വീക്കറായി നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല സിറ്റുവേഷനെ അടിസ്ഥാനപ്പെടുത്തി എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവർ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ഒരു റിലീഫ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്നുള്ളത്. ഓക്കെ. And the Pradhan Mantri Gharib Kalyan Yojana encompasses various measures to support the vulnerable sections of society, including അതായത് പ്രധാൻ മന്ത്രി ഗരീബ് കല്യാൺ യോജന അതിൻ്റെ ഭാഗമായിട്ട്, ആ സ്കീമിൻ്റെ ഭാഗമായിട്ട് വേരിയസ് മെഷേഴ്സ്, അതായത് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് റിലീഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. സോ അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ PMGKY സ്കീമിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഫുഡ് സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് പ്രൊവിഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ് ഓഫ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ദ പൂർ. എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് ഗ്രെയിൻസ് അത് സബ്സിഡൈസ്ഡ് റേറ്റിലൊക്കെ കൊടുക്കുന്നു. അതായത് ഫ്രീ ഡിസ്ട്രിബ്യൂഷനായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സബ്സിഡൈസ്ഡ് റേറ്റ്സിലൊക്കെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ഫുഡ് ഗ്രെയിൻസ് ഒക്കെ എക്കണോമിക്കലി വീക്കായി നിൽക്കുന്ന സെക്ഷന്. അത് എന്താണ്, PMGKY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെഷേഴ്സ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ PMGKY സ്കീമിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ഡയറക്റ്റ് cash transfer or financial aid to marginalized communities to alleviate financial distress. അതായത് എന്താണ്, മാർജിനലി താഴോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ഫിനാൻഷ്യലി വീക്കറായിട്ടുള്ള വിഭാഗക്കാർക്ക് എന്താണ് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ക്യാഷ് ട്രാൻസ്ഫർ ടു ഫിനാൻഷ്യൽ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ. നെക്സ്റ്റ്, ഹെൽത്ത് കെയർ സപ്പോർട്ട്. അപ്പോൾ എന്താണ്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ഫ്രീ ഓർ സബ്സിഡൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് സ്പെസിഫിക് ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പോൾ എന്താണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് അത് ഫ്രീ ആൻഡ് സബ്സിഡൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന മറ്റൊരു ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്കീമാണെന്ത്, അല്ലെങ്കിൽ മറ്റൊരു സപ്പോർട്ടാണെന്ത്, ഹെൽത്ത് കെയർ സപ്പോർട്ട് അല്ലേ. സോ എന്താണ്, ഫ്രീ ആയിട്ട് എക്കണോമിക്കലി വീക്കർ നിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുക, അവർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ക്രിയേഷൻ ഓഫ് employment opportunities or support for livelihood generations activities to empower the economically weaker sections. അതായത് എന്താ, ഇപ്പോൾ എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കണമെങ്കിൽ അവർക്ക് ജോലിയില്ല, വരുമാനമില്ല. സോ അതുകൊണ്ടാണല്ലോ അവർ എക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഒരു ലക്ഷ്യമായിട്ട് പറയാം. ഓക്കെ. നെക്സ്റ്റ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ട് എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനിഷ്യേറ്റീവ്സ് ടു സ്ട്രെങ്തൻ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് സച്ച് ആസ് പെൻഷൻ സ്കീംസ് ഓർ
ഇൻഷുറൻസ് കവറേജ് ഫോർ ദ അണ്ടർ പ്രിവിലേജ്ഡ്. അപ്പോൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന വീക്കർ സെക്ഷൻസിന് എന്താണ്, അവർക്ക് ഒരു സാമൂഹികപരമായിട്ട് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പെൻഷൻ സ്കീംസുകൾ ആൻഡ് ഇൻഷുറൻസ് കവറേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഒരു എയിമായിട്ട് ഈ ഒരു പ്രധാനമന്ത്രി ഖരീബ് കല്യാൺ യോജനയുടെ മറ്റൊരു എയിമായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്കീം PM സ്വാനിധിയാണ്. എന്താണ് PM സ്വാനിധി? പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി. അതാണ് PM സ്വാനിധി എന്ന് ചുരുക്കി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് PM സ്വാനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി എന്നുള്ളതാണ്. ഓക്കെ, ദിസ് സ്കീം വാസ് ഇനിഷ്യേറ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പോൾ എന്താണ് ഈ സ്കീം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. It focuses to provide affordable working capital loan to street vendors to resume their livelihood that were impacted during the COVID-19 lockdowns. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ COVID-19 ലോക്ക്ഡൗൺ പീരീഡിലൊക്കെ ആൾക്കാർ പുറത്തു പോലും ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ ആണല്ലേ. എല്ലാവരും വീടിനകത്ത് തന്നെ ക്വാറന്റൈൻ പോലെ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആയിരുന്നു അല്ലേ. അപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല, കച്ചവടം ഒന്നും നടക്കില്ല, കച്ചവടക്കാർക്ക് കച്ചവടം നടത്താൻ പറ്റില്ല, അത് വാങ്ങാനായിട്ട് ആൾക്കാരില്ല, ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ സ്ട്രീറ്റ് വെണ്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വഴിയോര കച്ചവടക്കാരില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കും എന്താണ്, കച്ചവടമൊന്നും ഇല്ലാതായി മാറി ആ ഒരു സിറ്റുവേഷനിൽ. സോ ഈ ആ ഒരു സിറ്റുവേഷനെ കണക്കിലെടുത്തുകൊണ്ട് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവരുടെ കച്ചവടമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ, അവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി, അവർക്കൊരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഒരു ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു ചെറിയൊരു എമൗണ്ട് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അവരുടെ കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടി ആ ഒരു സ്കീമാണ് ഈ PM സ്വാനിധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ the vendors can avail of a working capital loan of up to $10,000. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് PM സ്വാനിധി സ്കീമിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഒരു 10,000 രൂപയൊക്കെ എന്താണ് ഒരു വർഷത്തെ കാലാവധിയിലേക്ക് ഒരു വർഷത്തെ കാലാവധിയെ അടിസ്ഥാനപ്പെടുത്തി 10,000 രൂപയൊക്കെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ കച്ചവടക്കാർ എന്ത് ചെയ്യണം, പ്രതിമാസം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലെ ഈ എമൗണ്ട് എന്ത് ചെയ്യുക, തിരിച്ച് പേ ചെയ്ത് കൊടുക്കണം, ഈ ലോൺ തിരിച്ച് പേ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ് അവർക്ക് ഈ ഒരു ക്യാപിറ്റൽ ലോൺ കിട്ടുമ്പോഴത്തേക്ക് അവരുടെ കച്ചവടം എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്താനായിട്ട് അത് അവർക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ മെച്ചപ്പെടുത്തിയിട്ട് ആ എമൗണ്ട്, ലോൺ എമൗണ്ട് മന്ത്ലി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പോലെ ഒരു വർഷത്തിനകം എന്ത് ചെയ്യുക, തിരിച്ചടച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് PM സ്വാനിധി എന്ന് പറയുന്ന സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ കരിയർ സർവീസ്. എന്താണ് നാഷണൽ കരിയർ സർവീസ്? ഇറ്റ് വാസ് envisioned for transferring the national employment service to provide various employment related services such as job matching, career counseling, vocational guidance, information on skill development courses, apprenticeships, internships, etc. through an online portal. അപ്പോൾ നാഷണൽ കരിയർ സർവീസ് NCS പ്രകാരം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതായത് എംപ്ലോയ്മെൻറ്റ് സ്കീമുമായി ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വേരിയസ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോബ് മാച്ചിങ്, കരിയർ കൗൺസിലിങ്സ് ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ്, ഇൻഫർമേഷൻ ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റൽ കോഴ്സസ്, അപ്രന്റീസ്ഷിപ്സ് ആൻഡ് ഇൻറ്റേൺഷിപ്സ്, ഇതെല്ലാം തന്നെ ഒരൊറ്റ പോർട്ടലിലൂടെ എന്ത് ചെയ്യുക, ഇന്ത്യൻ സിറ്റിസൺസിന് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് പോർട്ടലായിട്ട് തന്നെ നമുക്ക് നാഷണൽ കരിയർ സർവീസിനെ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജോബുമായി ബന്ധപ്പെടുത്തി, തൊഴിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കരിയർ കൗൺസിലിംഗ്, ജോബ് മാച്ചിങ്, വൊക്കേഷണൽ ഗൈഡൻസ്, സ്കിൽ ഡെവലപ്മെൻറ്റൽ കോഴ്സസുകളായിക്കോട്ടെ, ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റൽ കോഴ്സസ്, അപ്രന്റീസ്ഷിപ്സ്, ഇൻറ്റേൺഷിപ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ജോബുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ പോർട്ടലായിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പോർട്ടലിലൂടെ അവരിൽ എത്തിക്കുക, അവർക്ക് അതുവഴി എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് നാഷണൽ കരിയർ സർവീസ് സ്കീം. ഓക്കെ, National Career Service focuses on a one-stop solution to provide various services to employment and career-related services to the citizens of India. നമ്മുടെ ഇന്ത്യയിലെ സിറ്റിസൺസിൻ്റെ അവരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി, എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെടുത്തി, അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സേവനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പോർട്ടലിലൂടെ എത്തിക്കുന്ന ഒരു ഓൺ സ്റ്റോപ്പ് സൊല്യൂഷനായിട്ട് നമുക്ക് നാഷണൽ കരിയർ സർവീസിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ദിസ് പ്രോഗ്രാം ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ എംപ്ലോയ്മെൻറ്റിന് കീഴിൽ
ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഒരു മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന. ഓക്കെ, അപ്പോൾ ഇത് 1997 ഡിസംബറിലാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ്? സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന. ഓക്കെ, സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന. The objective of the scheme was to provide gainful employment to the urban unemployed or underemployed through the settings up of self-employment ventures or provisions of wage employment. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിലൂടെ അർബൺ ഏരിയയിലുള്ള നഗരപ്രദേശങ്ങളിലുള്ള, ഇവിടെ അർബൺ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അർബൺ ഏരിയയിലുള്ള അൺഎംപ്ലോയിഡ് ആൻഡ് അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ്, അവർക്ക് എന്താ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് എന്ത്, സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന. എന്താണ്? പ്രൊവൈഡ് gain full employment to the urban employed or underemployed through the setting up of self-employment venture or profession or wage employment. അപ്പോൾ അവർക്ക് എന്താണ്, ഒന്നുകിൽ അവരുടെ അതായത് അർബൺ ഏരിയയിലുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള അണ്ടർഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ അവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ എന്താണ്, അവർക്ക് വേജ് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്, സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന എന്നുള്ളത്. എന്നാണിത് കൊണ്ടുവന്നിട്ടുള്ളത്? 1997. ഇൻ 2013 SDSR എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജനയാണ് SDSR എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻസ്. അപ്പോൾ 2013 SDLR എന്ത് പ്രോഗ്രാമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു? നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനായിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അത് NULM നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനായിട്ട് അതെന്ത് ചെയ്യപ്പെട്ടു? റീനെയിം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിപ്പോൾ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ NULM ഇപ്പോൾ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീൻ ദയാൽ അന്ത്യോദയ് യോജന നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് ഈ NULM ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അത് 2013 ഈ SJSR സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന NULM ആയിട്ട് മാറിയത്. NULM ഇപ്പോൾ അറിയപ്പെടുന്നത് DYNULM എന്നാണ്, അതായത് ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഏതായിരുന്നാലും, അതായത് SJSR ആയിക്കോട്ടെ അല്ലെങ്കിൽ DYNULM ആയിക്കോട്ടെ, ഈ രണ്ട് സ്കീമിൻ്റെയും എയിം എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഫോർ അർബൻ പൂർ. അപ്പോൾ അർബൻ ഏരിയയിലുള്ള നഗരപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ്, അവർക്ക് തൊഴിൽ കൊടുക്കുക, ജോലി കൊടുക്കുക, അവരുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് മെയിൻലി ഈ DYNULM-ൻ്റെയും അതല്ലെങ്കിൽ SJSR-ൻ്റെയൊക്കെ. ഇതിൻ്റെ DYNULM-ൻ്റെ ഒരു പൂർവികരാണ് SJSR അല്ലെങ്കിൽ സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന എന്നുള്ളത്. 2013 NULM അല്ലെങ്കിൽ DYNULM ആയിട്ട് മാറിയത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി എംപ്ലോയ്മെൻറ്റ് സ്കീംസ് കൊണ്ടുവരിക. അതായത് എവിടുത്തെ ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്? അർബൻ ഏരിയയിൽ പൂറായിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്കുള്ള എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവരിക, അവർക്കിടയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, വേജ് എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ NULM 2008. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു SJSR വഴിയുടെ ഒരു എന്താണ് റീസ്ട്രക്ചർ ചെയ്ത് അല്ലെങ്കിൽ അതിന് റീനെയിം ചെയ്ത് കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത്, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ NULM എന്നുള്ളത്. ഓക്കെ, അപ്പോൾ SJSR വഴിയാണ് 2013 റീനെയിം ചെയ്ത് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനായിട്ട് മാറിയത്. ഓക്കെ, ഇറ്റ് ഇസ് എ സ്കീം ഇനിഷ്യേറ്റ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസ്. അപ്പോൾ ഈ സ്കീം എന്താണ്, ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസിന് കീഴിൽ തന്നെയാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സെൻട്രലി സ്പോൺസേർഡ് സ്വർണ്ണ ജയന്തി ഷഹറി റോസ്ഗാർ യോജന SDSR since 1997 has been restructured as a National Urban Livelihood Mission since 2013. Okay.
ആൻഡ് ഇറ്റ് ഈസ് ഫോർ ഓൾ സിറ്റീസ് വിത്ത് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 1 lakh ഓർ മോർ. അപ്പോൾ 1 ലക്ഷമോ അതിലധികമോ ഉള്ള ഏതൊരു സിറ്റീസിലും ഏതൊരു നഗരത്തിലും 1 ലക്ഷമോ അതിലധികമോ പോപ്പുലേഷനുള്ള ജനസംഖ്യയുള്ള ഏതൊരു നഗരത്തിലും ഈ ഒരു സ്കീം ബാധകമാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്കീം 1 ലക്ഷമോ അതിന് മുകളിലുള്ള ജനസംഖ്യയുള്ള എല്ലാ സിറ്റീസിലും ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ. It was brought into decrease poverty, gain self-employment and skilled wage employment and build a strong grassroots level institutions. അപ്പോൾ എന്താണ് ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡീക്രീസ് പോവർട്ടി. അപ്പോൾ എന്താണ് ഇതിലൂടെ അർബൻ ഏരിയയിലെ പാവപ്പെട്ടവർക്കിടയിലുള്ള ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക. ആൻഡ് മീൻസ് അർബൻ ഏരിയയിലെ ആൾക്കാർക്കിടയിൽ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക. ആൻഡ് ഗെയിൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അവരെന്താക്കുക? തൊഴിലില്ലാത്തവരെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്വയം സംരംഭകരായിട്ട് അവരെ മാറുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് സ്കിൽഡ് വേജ് എംപ്ലോയ്മെൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ബിൽഡ് സ്ട്രോങ് ഗ്രാസ് റൂട്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ എന്താണ്? വളരെ ഗ്രാസ് റൂട്ട് ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് വേണ്ടി ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റൊരു ഫങ്ഷനായിട്ട് പറയാനായിട്ട് കഴിയുന്നത്. The mission would aim at providing shelter equipped with essential services to the urban homeless. അപ്പോൾ എന്താണ്? The mission would aim at providing shelter equipped with essential services to the urban homeless. അപ്പോൾ വീടില്ലാത്ത നഗരവാസികളില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ എക്യുപ്പേഡൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു മിഷൻ്റെ ഒരു എയിമായിട്ട് തന്നെ പറയാം. എയിം അറ്റ് പ്രൊവൈഡിങ് ഷെൽട്ടർ എക്യുപ്പേഡ്. ഓക്കെ. നെക്സ്റ്റ് സ്കീം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, NRLM. എന്താണ്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ദിസ് സ്കീം നെയ്മഡ് ദീൻ ദയാൽ അന്ത്യോദയ യോജന, NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിന് കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് എന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ജൂൺ 2011. അപ്പോൾ NULMന് മുന്നേയാണ് NRLM കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ്? സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമാണ് റീസ്ട്രക്ചർ ചെയ്ത് എന്താണ് NULM ആയിട്ട് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനായിട്ട് മാറിയത്. ഓക്കെ. അപ്പോൾ 2013 അതങ്ങനെ മാറിയത്. എന്നാൽ 2011 നിലവിൽ വന്നതാണ് NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇതെന്താണ്? ഇത് സ്വർണ്ണ ജയന്തി ഗ്രാം സരോജ യോജന എന്ന് പറയുന്ന SGSY എന്നറിയപ്പെടുന്ന ഒരു സ്കീം. ആ ഒരു സ്കീം റീസ്ട്രക്ചർ ചെയ്താണ് 2011 ജൂണിൽ NRLM ആയി മാറിയത്. ഓക്കെ. ഇറ്റ്സ് റീസ്ട്രക്ചർഡ് ഫ്രം ദ സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്ഗാർ യോജന, SGSY. ഓക്കെ. This scheme is fully focused on promoting self-employment and the organization of the people who live in rural areas. അപ്പോൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സെൽഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി, അത് ഏത് ഏരിയയിലുള്ള ആൾക്കാർ? റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുടെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് NRLM. 2011 ജൂണിലാണ് ഇത് നിലവിൽ വന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇൻ ദിസ് പ്രോഗ്രാം the main idea is to organize the poor into a self-help groups. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് റൂറൽ ഏരിയയിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങളിലൂടെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് റൂറൽ ഏരിയയിൽ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ദ സ്കീം എയിം ടു ക്രിയേറ്റ് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദ റൂറൽ പുവർ, എനേബിളിംഗ് ദം ടു മേക്ക് ദെയർ ലൈവ്ലിഹുഡ് ആൻഡ് ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് റൂറൽ ഏരിയയിലെ ആൾക്കാർക്കിടയിൽ അവരുടെ ജീവിത നിലവാരവും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. ഇറ്റ് എയിം ടു കവർ 7 crore ലോ ഹൗസ് ഹോൾഡ്സ്, 600 districts, 6,000 blocks, 2.5 lakh gram panchayats and 6 lakh villages across the country through self-help groups and help them for livelihood in a period of 8 to 10 years. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന് 8 മുതൽ 10 വർഷത്തിനകത്ത് തന്നെ ഏകദേശം 7 കോടി ലോ ഹൗസ് ഹോൾഡിലുള്ള ആൾക്കാർ, 600 ഡിസ്ട്രിക്ട്സ്, 6000 ബ്ലോക്സ്, 2.5 lakh 2.5 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്ത്, 6 ലക്ഷത്തോളം വില്ലേജസ് ഒക്കെ നമ്മുടെ രാജ്യത്തുള്ള ഇത്രയും
വില്ലേജസുകൾ, പഞ്ചായത്തുകൾ, ലോ ഹൗസ് ഹോൾഡ്സ്, ഡിസ്ട്രിക്ട്സ് എല്ലാം തന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് സ്വയം തൊഴിലുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് 7 to 10 ഇയേഴ്സിനകത്ത് തന്നെ എന്താണ് ഏകദേശം 7 crore ലോ ഹൗസ് ഹോൾഡ്, 600 ഡിസ്ട്രിക്റ്റ്, 6000 ബ്ലോക്ക്, 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്ത്, 6 വില്ലേജിലൊക്കെ എന്താണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട്. നെക്സ്റ്റ് സ്റ്റാൻഡപ്പ് ഇന്ത്യ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അപ്പോൾ എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇറ്റ്സ് ഫെസിലിറ്റേറ്റ് ബാങ്ക് ലോൺസ് ബിറ്റ്വീൻ 10 lakh and 1 crore ഫോർ SC/ST ആൻഡ് ഓർ വുമൺ എൻ്റർപ്രണേഴ്സ്. അപ്പോൾ SC/ST ആൻഡ് വുമൺ എൻ്റർപ്രണേഴ്സിന് അവർക്ക് അവരുടെ തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ഫെസിലിറ്റേറ്റ് ബാങ്ക് ലോൺസ് ബിറ്റ്വീൻ 10 lakh and 1 crore ഫോർ SC/ST ആൻഡ് ഓർ വുമൺ എൻ്റർപ്രണേഴ്സ്. 10 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള എമൗണ്ടുകൾ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കാതെ SC/ST വിഭാഗക്കാർക്കും കൊടുക്കും, അതുപോലെ വുമൺ എൻ്റർപ്രണേഴ്സിനും കൊടുക്കും എന്നുള്ളതാണ് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. സോ അങ്ങനെ എന്താണ് ഈ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ടു പ്രൊമോട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ കൾച്ചർ ആൻഡ് ബിൽഡ് ആൻഡ് ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം ഫോർ ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ, അതായത് നമുക്ക് സ്വയം തൊഴിൽ സ്വയം സംരംഭം തുടങ്ങാനുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ നമുക്ക് പറയാം. ഇറ്റ്സ് പ്രൊമോട്ട് എ സ്റ്റാർട്ടപ്പ് കൾച്ചർ ആൻഡ് ബിൽഡ് ആൻഡ് ഇൻക്ലൂസീവ് എക്കോസിസ്റ്റം ഫോർ ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്സ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഒരുപാട് സ്കീമുകൾ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ആൻഡ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുദ്ര യോജന ആൻഡ് അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്, നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. സ്കിൽ ഇന്ത്യ മിഷൻ, ഗരീബ് കല്യാൺ യോജന അല്ലേ, പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ആൻഡ് അതുപോലെ തന്നെ എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന ആൻഡ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. നെക്സ്റ്റ് എന്താ നമ്മൾ നോക്കിയേ, സ്കിൽ ഇന്ത്യ മിഷൻ ആൻഡ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, അതുപോലെ എന്താണ് PM സ്വാനിധി, നാഷണൽ കരിയർ സർവീസ് ആൻഡ് സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന ആൻഡ് അതുപോലെ തന്നെ NULM, NRLM, സ്റ്റാൻഡപ്പ് ഇന്ത്യ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഇത്രയും സ്കീംസുകൾ നമ്മൾ നോക്കി. അതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, JRY, JGSY, SDSY, അങ്ങനെ കുറേ സ്കീമുകൾ, NREGA, MGNREGA, ട്രൈസം, അങ്ങനെയൊക്കെ നമ്മൾ കുറേ സ്കീമുകൾ, അത് കൂടുതലും റൂറൽ ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്കീമുകളായിരുന്നു. നമ്മളതും പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ Jawahar Roskar Yojana? Providing housing for rural family, generating employment opportunities in rural areas, and promoting urban infrastructure development, offering financial assistance to small scale industries, generating employment opportunities in rural area. Which scheme was launched to integrate existing employment schemes like JGSY, Jawahar Gram Samriddhi Yojana, Swarna Jayanti Gram Roskar Yojana and Sambhurna Gramin Roskar Yojana and National Rural Employment Guarantee Scheme. Okay, അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന. ഓക്കെ, വിച്ച് ഇനിഷ്യേറ്റീവ്സ് ഫോക്കസസ് ഓൺ ഇംപ്രൂവിംഗ് ലൈവ്ലിഹുഡ് ഓഫ് അർബൻ പുവർ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജന ആൻഡ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ രണ്ടെണ്ണം, താഴത്തെ രണ്ടും അത് റൂറൽ ഏരിയയാണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് പ്രധാനമന്ത്രി കൗശൽ വികാസ്, അത് സ്കിൽ ട്രെയിനിങ് ആണ്. അപ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാം ഷഹറി റോസ്ഗാർ യോജനയാണ് കറക്റ്റായിട്ട് വരുന്നത്, ഓപ്ഷൻ A. Next question, which flagship schemes focuses on providing industry relevant skill training to Indian youth? Option A, National Rural Employment Guarantee Scheme, Sambhurna Gram Roskar Yojana, Pradhan Mantri Kaushal Vikas Yojana and Jawahar Gram Samriddhi Yojana. Answer എന്താ വരുന്നത്? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ PM സ്വാനിധി സ്കീം ഈസ് എയിം ടു സപ്പോർട്ട് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആൻഡ് സ്ട്രീറ്റ് വെണ്ടേഴ്സ്, കോളേജ് ഗ്രാജുവേറ്റ്സ്, റിട്ടയർഡ് മിലിറ്ററി പേഴ്സണൽസ്. സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആണ് അല്ലേ, ഓപ്ഷൻ B ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is the objective of the Skill India mission? To provide higher education opportunities abroad, to train 1 crore people in various skills, to enhance scientific research, to promote sports and athletics. Option B ആണ് വരുന്നത്, to train 1 crore people in various skills അല്ലേ. നെക്സ്റ്റ്, which scheme aim to provide technical skills in rural youth below the poverty line? Jawahar Rozgar Yojana, Swarna Jayanti Gram Rozgar Yojana, and training of rural youth for self-employment, and Pradhan Mantri Kaushal Vikas Yojana. അപ്പോൾ എന്താണ്, ട്രൈസം പദ്ധതിയാണ് അല്ലേ, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. റൂറൽ ഏരിയയിലുള്ള പോവർട്ടി ലൈനിന് താഴെയുള്ളവർക്ക് എന്ത് കൊടുക്കുക, ടെക്നിക്കൽ സ്കിൽസ് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് ചെയ്യാന്നാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഈസ് ഇൻറ്റൻഡഡ് ടു റെഡ്യൂസ് ഇമ്പോർട്ട് ആൻഡ് ഇൻക്രീസ് എക്സ്പോർട്ട്സ് by incentivizing increased production in key sectors. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ചില പോയിന്റുകൾ, ചില സ്കീമുകൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതെന്ന് മാത്രം ക്വസ്റ്റ്യൻ തരാണ്ട് ഞാൻ അല്ലാണ്ട് ചില സ്കീംസുകൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സ്കീമും കൂടെ ആ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ കവർ ചെയ്ത് പോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തരാനാണെങ്കിൽ ഒരുപാട് സ്കീംസുകളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഞാൻ സോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഈ സ്കീംസുകളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് സ്കീമുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കാണും. നമുക്ക് എല്ലാം ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ. അപ്പം പ്രധാനപ്പെട്ടതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Okay, and Pradhan Mantri Rozgar Protsahan Yojana encourages employers to generate new employment by subsidizing EPF contributions for new employees. Okay, അപ്പോൾ ഇതാണ് പ്രധാൻ മന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന, എൻകറേജ് എംപ്ലോയീസ് ടു ജനറേറ്റ് ന്യൂ എംപ്ലോയ്മെൻറ്റ് ബൈ സബ്സിഡൈസിങ് EPF കോൺട്രിബ്യൂഷൻ ഫോർ ന്യൂ എംപ്ലോയീസ്. അപ്പോൾ പുതിയ ആയിട്ട് ജോലി കയറുന്ന അല്ലെങ്കിൽ ന്യൂ എംപ്ലോയീസിന് EPF കോൺട്രിബ്യൂഷനിൽ സബ്സിഡി കൊടുക്കുന്നു. അതാണ് ഈ പ്രധാൻ മന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം സപ്പോർട്ട് ഓൺലി ടെക്നോളജിക്കൽ സ്റ്റാർട്ടപ്സ്, അത് തെറ്റാണല്ലേ. അപ്പോൾ 1, 2 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഗവൺമെൻറ്റൽ സ്കീംസ്, ഇനിഷ്യേറ്റീവ്സ് ആണ്. എന്തിന്? അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസും ഇനിഷ്യേറ്റീവ്സ് ഒക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കവറായി. ഇപ്പോൾ മൊഡ്യൂൾ 2 നിങ്ങൾക്ക് കവറായിട്ടുണ്ട്. നെക്സ്റ്റ് സോഷ്യോളജിയിലെ മൊഡ്യൂൾ 3 ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും വരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ദെൻ താങ്ക് യു ആൾ.